അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് മനുഷ്യനിൽ ഈ 10 ആത്മാക്കളുണ്ട്. 2 സെറ്റ് ആത്മാക്കള്, ഉപരിലോക ആത്മാക്കള്, അതേപോലെ അധോലോക ആത്മാക്കള്. മൊത്തം രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ 10 ആത്മാക്കള് മനുഷ്യനുണ്ട്. എന്നാൽ 10ഉം അല്ല ഉള്ളത്, 10ലും കൂടുതൽ വരും. 10ലും കൂടുതൽ വരും എന്ന് പറയാൻ കാരണം ഇതൊക്കെ മനുഷ്യന്റെ ആത്മീയമായ ഉയർച്ചക്കനുസരിച്ചിട്ട് ഇത് ഉണ്ടാവുള്ളൂ. സാധാരണക്കാരായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഉള്ളില് ഒരു ജിസ്മുണ്ട്, ശരീരമുണ്ട്. പിന്നെ അവനെ പടക്കപ്പെടാൻ ഉപയോഗിച്ച ആ 3 ജിസ്മിന്റെ ആത്മാക്കളും ഉണ്ട്, നഫ്സും ഉണ്ട്. പക്ഷെ ബാക്കിയുള്ള തായിഫുകള് ഉറങ്ങിക്കിടക്കുകയാണ്. ഈ വന്ന നെഞ്ചിലേക്ക് വന്ന് കയറിയ ആത്മാക്കള് നിദ്രാവസ്ഥയിലാണ്, ഉറങ്ങിയ അവസ്ഥയിലാണ്. അതിന്റെ ഭക്ഷണം നൂറാണ്, പ്രകാശാണ്. എന്നാ നഫ്സിന്റെ ഭക്ഷണം നാറാണ്, തീയാണ്. നഫ്സിന്റെ ഭക്ഷണം ഈ ദുന്യാവിൽ നിന്ന് വന്ന ആളായതുകൊണ്ട് തന്നെ അതിന് വേണ്ട ഭക്ഷണം ഈ ദുന്യാവിൽ ഇഷ്ടം പോലെ ഉണ്ട്. കിട്ടുന്നതെല്ലാം നഫ്സിനുള്ള ഭക്ഷണമാണ്. കണ്ണിലൂടെ കാണുന്ന എല്ലാ കാര്യങ്ങളും നാറാണ്, കാതിലൂടെ കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും നാറാണ്. നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളും അതേപോലെ തന്നെ ബുദ്ധി കൊണ്ടുള്ള കാര്യങ്ങളും അറിവുകളും അതേപോലെ തന്നെ ഭക്ഷണപാനീയങ്ങളും എല്ലാം നാറാണ്. അതിൽ നിന്നെല്ലാം ഡെയിലി നാറ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നഫ്സ് ഓരോ ദിവസം കൂടുന്തോറും സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കും, തടിച്ചു കൊഴുക്കും. ജനിച്ചൊരു മനുഷ്യന് ജനിച്ച അന്ന് മുതൽ നഫ്സിന് കിട്ടുന്ന ഭക്ഷണം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എത്ര കാലം മുന്നോട്ട് പോകുന്ന അത്രയും തടിച്ചു കൊഴുക്കും. അതേസമയം അവന്റെ ഹഖീഖത്തായ റൂഹിന് ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെയായിട്ട് ഒരു ഭക്ഷണം കിട്ടിയിട്ടില്ല. കാരണം അതിനുള്ള 100 ഇരിക്കുന്നത് കാമിലായ ഷെയ്ഖിന്റെ കയ്യിലാണ്. ആ ഷെയ്ഖിന്റെ കയ്യിൽ നിന്നും വാങ്ങുന്ന ഭക്ഷണം 100, ആ 100 ഇതിന് കിട്ടുക. പക്ഷെ അതൊരിക്കലും ആ കാമിലായ മനുഷ്യനെ കണ്ടുമുട്ടാതെ അതിന് ലഭിക്കുന്നില്ല. പിന്നെ ഖുറാനിലും നിസ്കാരത്തിലും നോമ്പിലും ഹജ്ജിലൊക്കെ 100 ഉണ്ട്. പക്ഷെ ആ 100 നമ്മളെ കൽബിന് കിട്ടുന്നില്ല. കാരണം കൽബ് അടക്കപ്പെട്ടിരിക്കുകയാണ്. കൽബിനെ ഷെയ്ത്താൻ, ഞാൻ പറഞ്ഞല്ലോ, ഷെയ്ത്താന് കൽബിന് ചുറ്റും എന്താക്കിയിട്ടുണ്ട്, വലിയൊരു മറ കൊണ്ടുവന്നിട്ടുണ്ട്, 1,80,000 മറ. ഈ മറകൾ തകർത്തുകൊണ്ട് അതിലേക്ക് 100ന് പ്രവേശിക്കാൻ സാധിക്കൂല. അതിനു വേണ്ടിയിട്ടാണ് ഷെയ്ത്താൻ അങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന് പ്രവേശിക്കാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ ഈ 1,80,000 മറകളും പൊട്ടിക്കണം. ആ പൊട്ടിച്ചുകൊണ്ട് അതിലേക്ക് ദിക്ർ ഫിറ്റ് ചെയ്യണം. ആ ദിക്ർ അള്ളാഹു എന്നുള്ള ദിക്റാണ്. അള്ളാഹു എന്നുള്ള ദിക്ർ ആ കൽബിലേക്ക് ചെന്ന് ചേർന്ന് കഴിഞ്ഞാൽ അള്ളാഹു 100 സമാവാത്തി പോൽ അർള്, അള്ളാഹു ആകാശലോകങ്ങളെ 100ആണ്, പ്രകാശമാണ്. അങ്ങനെയാണെങ്കിൽ അതിൽപ്പെട്ട ഒരു കൽബും അതില് പ്രകാശത്തിന്റെ ഭാഗമാവണം എന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ നാം അതിലേക്കും കയറണം. അത് കയറ്റുന്ന ആള് തന്നെ കയറ്റണം. അതിന് അധികാരമുള്ള ആള്, ജാസിയത്തുള്ള ആള്, അദ്ദേഹം കയറ്റി കഴിഞ്ഞു കഴിഞ്ഞാല് ആ ഡോറ് തുറക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ഭാഗത്തും എന്താവും, അതിലേക്ക് കയറും. പിന്നെ അതിലേക്ക് 100 എന്തിൽ നിന്ന് പ്രവേശിക്കാൻ സാധിക്കും? ഖുർആൻ ഓതിയാ 100 പ്രവേശിക്കും, ദിക്ർ ചൊല്ലിയാ പ്രവേശിക്കും, ഖുർആൻ കേട്ടാലും പ്രവേശിക്കും. അങ്ങനെ ബാക്കിയുള്ള ശരീഅത്ത് പറഞ്ഞ എല്ലാ അമലുകളിലൂടെയും 100 പ്രവേശിക്കും. അതെല്ലാം കൽബ് തുറക്കപ്പെട്ടിട്ടില്ല എങ്കിലോ അതിലേക്ക് 100 പ്രവേശിക്കുന്നില്ല. 100 നമ്മൾ ഒരു ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന അതേപോലെ വേസ്റ്റായി പോവുകയാണ്. അതുകൊണ്ട് ശറഅസുദ് ചെയ്യണം. ശറഅസുദ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പറഞ്ഞ 100 പ്രവേശിപ്പിക്കാൻ പറ്റുള്ളൂ. അതിനുള്ള വഴി നമ്മൾ കിതാബ് വായിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടോ ഒന്നും കിട്ടൂല. അതിരിക്കുന്നത് കാമില ഷെയ്ഖിന്റെ കയ്യിൽ മാത്രമാണ്. ഈ ഹഖീഖത്ത് ഇങ്ങനെ ആയതിന്റെ പേരിലാണ് എന്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല തന്നെ സ്വന്തം ചെയ്തു കൊടുത്തത്. റസൂലുള്ളാഹിന്റെ 7ാമത്തെ വയസ്സിൽ ജിബ്രീൽ അലൈഹിസ്സലാം എന്നുള്ള മലക്ക് വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നെഞ്ചു പിളർത്തിക്കൊണ്ട് അതിലേക്ക് 100 പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതിനാണ് നമ്മൾ റസൂലുള്ളാഹിന്റെ ഹൃദയം പുറത്തെടുത്ത് കഴുകി ശുദ്ധിയാക്കി എന്നൊക്കെ പറയുന്നത്. അല്ലാതെ ഹൃദയം ശുദ്ധിയാക്കുക എന്ന് പറഞ്ഞാൽ വെള്ളം കൊണ്ട് കഴുകലല്ല, അള്ളാഹുവിന്റെ നാമം കൊണ്ട് കഴുകലാണത്. അത് ചെയ്ത് അള്ളാഹു തആല നേരിട്ട് ചെയ്തു കൊടുത്തു. അത് 3 വട്ടം സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ മഹാന്മാരെ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. 3 വട്ടം അതങ്ങനെ സംഭവിച്ചിരിക്കുന്നത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോ റസൂലുള്ളാഹിക്ക് ആ ദിക്ർ കിട്ടിയ ആ അവസ്ഥ, ആ കൽബ് ശുദ്ധിയാക്കിയ ആ പ്രോസസ്സ് റസൂലുള്ളാഹിക്ക് പോലും അള്ളാഹു ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിന് പറയുന്ന പേരാണ് ശറഅസുദ് എന്നുള്ളത്.
പിന്നെ അതിനെ കുറിച്ചിട്ടാണ് ഖുർആനിൽ പറഞ്ഞത് അല്ലാഹു തആല അലം നസ്റലക സദറക വവളന അൻക വിസ്റകലി അൻകലോറക വറഫന ലക ദിക്റക എന്നുള്ളത്. അവിടെ അലം നസ്റലക സദറക എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം അല്ലാഹു തആല താങ്കളുടെ നെഞ്ചിലേക്ക് അള്ളാഹുവിന്റെ നാമമായ അള്ളാഹു എന്ന നാമം കയറ്റി തന്നില്ലയോ, അങ്ങനെ ആ കൽബ് എന്താക്കി അതിന്റെ പൂട്ട് തുറക്കപ്പെട്ട് വിശാലമാക്കി തന്നില്ലയോ, അതിനുള്ളിലുള്ള ആത്മാക്കളെ നെഞ്ചിലേക്ക് അതിൻ്റെതായ സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചു തന്നില്ലയോ, അങ്ങനെ ആത്മീയതയിലേക്ക് പോകാനുള്ള വഴി തുറക്കപ്പെട്ട് തന്നില്ലയോ എന്നാണ് റസൂലുള്ളാഹിനോട് പറയുന്നത്. റസൂലുള്ളാഹിന്റെ യാത്ര അവിടെ വെച്ച് ആരംഭിച്ച് ഈ വിഷയത്തിന് വേണ്ടി തന്നെയാണ് ആര് മൂസാ നബി ഇസ്ലാം പ്രാർത്ഥിച്ചത്. മൂസാ നബി അലൈഹി സ്വലാമിനെ അല്ലാഹു തആല പ്രവാചകനാക്കി ദൗത്യം ഏൽപ്പിച്ച സമയത്ത് അദ്ദേഹം പ്രാർത്ഥിച്ചത് എന്താണ്? റബ്ബി ഇശ്റഹ് ലി സദ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെയും ഷറഹ് ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞത്. അല്ലാഹു തആലയോട് പറഞ്ഞ വിഷയം അതാണ്. പക്ഷെ നമ്മളതിന് അർത്ഥം കൊടുക്കുമ്പോൾ ഷറഹ് എന്ന് പറയുമ്പോൾ നെഞ്ചി വിശാലമാക്കുക എന്ന് പറഞ്ഞാൽ വേറെന്തോ സംഗതി വിചാരിച്ചിരിക്കുകയാണ്. ഈ ആത്മീയത ഇതിനാണ് ഈ പേര് പറയുന്നത്. തന്നെയാണ് ഖുർആനിൽ പറയുന്നത് അമൻ യുമിൻ ബില്ലാഹി യഹ്ദി ഖൽബഹു എന്ന് പറയുന്നത്. അള്ളാഹുവിൽ വിശ്വസിക്കാനുള്ള ആൾക്കാർക്ക്, വിശ്വസിക്കാനുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ വിശ്വസിക്കുന്നവർക്ക് അള്ളാഹു യഹ്ദി ഖൽബ, അവരെ കൽബിന് എന്ത് കൊടുക്കും? അവരെ ഹിദായത്ത് കൊടുക്കും. ആ ഹിദായത്ത് ഇതാണ്. ഈ ഹിദായത്ത് കിട്ടിയവരാണ് നേരത്തെ പറഞ്ഞ ആയത്തിൽ പറയുന്നത്. ആര്? നമ്മൾ സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞത് വലാ തുതിമൻ അവഫൽനാ ഖൽബഹു അൻ ദിക്രിന, ആരുടെ കൽബിലാണോ ഈ അള്ളാഹു എന്നുള്ള നാമം കയറിയത്, അങ്ങനെ ശരസദർ സംഭവിച്ചത്, അത്തരക്കാരെ നിങ്ങൾ ഫോളോ ചെയ്തോ, അവർ ഹിദായത്തിലാണ്, അവർക്ക് ഗ്യാരണ്ടി ഉണ്ട്, അവരെ സംശയിക്കാനില്ല. അല്ലാത്തവർ സംശയിക്കണം. അല്ലാത്തവർ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാന്ന് അറിയില്ല. അവരെ ഹവയിലേക്കാണ്, അവരെ ശൈത്താനിയത്തിലേക്കാണ്, അവരെ ബുദ്ധിയിലേക്കാണ്, അവരെ ചിന്തയിലേക്കാണ്, അള്ളാഹുവിലേക്കല്ല എന്നാണ് അള്ളാഹു പറയുന്നത്. അഫമൻ ശറഅല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം എന്ന് പറയുന്ന ഈ വിഷയം ഖുർആനിൽ ആരെയാണ് ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് ആർക്ക് അള്ളാഹു നന്മ ഉദ്ദേശിക്കുന്നത്, ഇസ്ലാം ആർക്കാണ് ഉദ്ദേശിക്കുന്നത്, അവരെന്ത് ചെയ്യും? ശറഅ സദ്റ ചെയ്യും. അതാണ് ഖുർആനിൽ പറയുന്നത്. അഫമൻ ശറഅ സദ്റഹു ലിൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് വരണമെങ്കിലും ഈ സാധനം കിട്ടണം, ശറഅ സദ്ർ കിട്ടണം. ശറഅ സദ്ർ ചെയ്തു കൊടുക്കുന്ന അല്ലാഹു തആല അയാൾക്ക് ഇസ്ലാം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇസ്ലാം കൊടുക്കുന്നതിന് മുമ്പായിട്ട് അല്ലാഹു തആല ചെയ്യുന്ന പരിപാടി എന്താണ്? അവന്റെ ശറഅ സദ്ർ ചെയ്തു കൊടുക്കും. കാരണം ഇസ്ലാം പഠിപ്പിക്കേണ്ടത് ജിസ്മിനെ അല്ല, ഈമാൻ പഠിപ്പിക്കേണ്ടത് ജിസ്മിനെ അല്ല. അതേപോലെ തന്നെ അള്ളാഹുവിലേക്ക് പോകുന്നത് ജിസ്മല്ല, ജിസ്മ ഖബറിലേക്കാണ് പോകുന്നത്. അപ്പോ അതിനൊക്കെ നമ്മൾ ഇത് പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ശറഅ സദ്ർ നടക്കണം. അത് നടക്കാതെ ഈ കൽബ് പൂട്ടിക്കെട്ടിയിരുന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിലേക്ക് ഈ നൂറ് പ്രവേശിക്കുന്നത്, ഇൽമ പ്രവേശിക്കുന്നത്? ഇപ്പൊ ഇൽമിന്റെ ബന്ധം ദിമാഗിനോടല്ല, നമ്മളെ ബ്രെയിനിനോടല്ല, നമ്മളെ തലച്ചോറിനോടല്ല. തലച്ചോറ് വേറൊരു പാർട്ടാണ്, അത് ഇതിന്റെ ഭാഗമല്ല. സാധാരണ മുസ്ലിയാക്കന്മാരാണെങ്കിൽ, പണ്ഡിതന്മാരാണെന്ന് പറയുന്ന ആളുകള്, അവരൊക്കെ ഈ ബുദ്ധി ഇരിക്കുന്ന കാര്യം അല്ലെങ്കിൽ അറിവിരിക്കുന്ന കാര്യം തലച്ചോറായി മനസ്സിലാക്കി അതുകൊണ്ടുള്ള പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നിന്നുള്ളത്. കൽബ് കൊണ്ടല്ല. കൽബ് എന്താന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. ഇസ്ലാമിന്റെ ബന്ധം കൽബിനോടാണ്, ഈമാനിന്റെ ബന്ധം കൽബിനോടാണ്, വിലായത്തിന്റെ ബന്ധം കൽബിനോടാണ്. എല്ലാം കൽബിനോടാണ് ബന്ധപ്പെട്ടെടുക്കുന്നത്. പിന്നെ കൽബിന്റെ ഹഖീഖത്ത് എന്തായി പോയി? തേഞ്ഞു മാഞ്ഞു പോയി. പിന്നെ ബാക്കി വരുന്ന ബന്ധം എന്തിനോടായിരിക്കും? ബ്രെയിനോടായിരിക്കും, തലച്ചോറിനോടായിരിക്കും. അപ്പൊ ഇന്നുള്ള ഇസ്ലാമിലെ മിക്കവാറും കാര്യങ്ങൾ ബന്ധപ്പെട്ട് കിടക്കുന്നത് നമുക്ക് തലച്ചോറിനോടുള്ള ബന്ധത്തിന്റെ പേരിൽ ഇസ്ലാമാണ്. ഇസ്ലാമിൽ വരുന്ന തഫ്സീറുകൾ മുഴുവൻ അതിനെ ബേസ് ചെയ്തിട്ടാണ്, കൽബിൽ നിന്നും വരുന്ന ഇൽമുകളല്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് പറയുന്നുണ്ട്, അള്ളാ എന്ന് ഉച്ചരിക്കുന്ന ഒരാളെങ്കിലും ഭൂമിയിലുള്ള കാലം വരെ ഖിയാമത്ത് സംഭവിക്കൂല എന്നുള്ളത്. അപ്പൊ നമുക്ക് പ്രതീക്ഷയില്ല, പഠിത്തം നോക്കിയാൽ സംഭവിക്കൂല. കാരണം ലോകം മുന്നോട്ട് പോകുന്തോറും മനുഷ്യന്മാര് പെരുകുന്നുണ്ട്, മുസ്ലിങ്ങളുടെ എണ്ണം പെരുകുന്നുണ്ട്, അവര് അള്ളാഹുവിന്റെ പേര് ഉപയോഗിക്കുന്നുണ്ട്. ഇന്റർനെറ്റിലും ഫേസ്ബുക്കിലും മറ്റെല്ലായിടത്തും കിതാബുകളിലൊക്കെ നിറഞ്ഞു കിടക്കുന്നുണ്ട്. ഖുറാന്റെ പ്രതികൾ ഇഷ്ടം പോലെ പെരുകുന്നുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒറ്റയടിക്കത് എങ്ങനെ ഇല്ലാതാവും? ആലിമ്യങ്ങളെ മരണം എന്ന് പറയും, അതിന്റെ തഫ്സീർ ആലിമ്യങ്ങളെ മരണമാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ വരും എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെ വരുന്ന സമയത്ത് ആദ്യം ഈ പറയുന്ന ആളുകളൊക്കെ അല്ലാഹു തആല എന്ത് ചെയ്യേണ്ടി വരും? അവരെയൊക്കെ വഫാത്താക്കേണ്ടി വരും. പിന്നെ രണ്ടാമത് വരുന്ന ബാക്കി വരുന്നവരെ പിന്നെ അതിൽ ഖിയാമത്തും വരും. അതിന്റെ ആവശ്യം എന്താണ്? രണ്ടെണ്ണമായിട്ട് ഒരുമിച്ച് കണ്ടെന്ന് ചെയ്തു വിട്ടത്. മരണം ഒരു ശിക്ഷയല്ലല്ലോ. കാരണം മരണം എല്ലാവർക്കും സംഭവിക്കുന്നതാണല്ലോ. അപ്പൊ മുഅ്മിനീങ്ങൾ ആദ്യം മരിപ്പിക്കുക,
അങ്ങനെ ഒന്നുമല്ല അതിന്റെ ഹക്കീക്കത്ത്. ഇവിടെ അള്ളാഹു തആലാന്റെ റസൂൽ പറഞ്ഞ ഹദീസിലുള്ള ഒരു വിഷയം കട്ടായി പോയതാണ് വിഷയം. മശായിഖന്മാര് പറഞ്ഞിട്ടുണ്ട്, ശരിക്കുള്ള അറിവുള്ള മശായിഖന്മാര്, ഈ ഹദീസിലുള്ള ഒരു വാക്ക് അതിന് വിട്ടുപോയതാണ് വിഷയം. ആ വാക്ക് എന്താണ്? കൽബ് എന്നുള്ള വാക്കാണ്. കൽബ് അള്ളാഹു അള്ളാഹു എന്ന് പറയുന്ന കാലം ഇല്ലാത്ത ഒരു കാലം വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് അന്നാണ് ഖിയാമത്ത് സംഭവിക്കുക. നാവ് കൊണ്ട് പറയുന്നവർ എല്ലാ കാലത്തും ഉണ്ടാവും, ചിന്ത കൊണ്ട് പറയുന്നവരുണ്ടാവും, അൻഫാസിയ ദിക്ർ എടുക്കുന്നവരൊക്കെ ഉണ്ടാവും. അതൊന്നുമല്ല അള്ളാഹു ഉദ്ദേശിച്ചത്, റസൂലുള്ളാഹി ഉദ്ദേശിച്ചത്. റസൂലുള്ളാഹി ഉദ്ദേശിച്ച കൽബ് അള്ളാഹു എന്ന് പറയാത്തൊരു കാലം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അന്നെന്തായി? ദീനിന്റെ അവസ്ഥ പരിപൂർണായി, ദീന് വഫാത്തായി. കാരണം ദാക്കിറെ കൽബി എന്നുള്ള ഒരാളെങ്കിലും ഭൂമിയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ എന്താവും? ദീന് മൗത്തായി. അങ്ങനെയുള്ള സാഹചര്യത്തിലുള്ള ഖിയാമത്ത് വരിക. ഇന്ന് അതിനെക്കുറിച്ച് ആർക്കും അറിവ് പോലും ഇല്ല. നമ്മളത് പകർന്നു കൊടുക്കാൻ ശ്രമിച്ചാൽ പോലും അതിൽ വിശ്വാസമില്ല, ശൈത്താനിയത്തായിട്ടാണ് കാണുന്നത്. അതിനാണ് ഇതിന്റെ അവസ്ഥ. അത്രക്കും ഇബ്ലീസ് എന്താക്കി? ഈ ഇൽമിൽ നിന്ന് ബഹുദൂരം കൊണ്ടുപോയി ഉമ്മത്തിനെ. മുഹ്ദിയ ശൈത്താങ്ങളെ കാലഘട്ടത്തിൽ അങ്ങനെ അവസ്ഥ വന്ന കാരണം ആ സമയത്തേക്ക് വന്ന മഹാനാണ് മുഹ്ദിയ ശൈത്താങ്ങൾ. ദാക്കിറകൾ ഇല്ലാത്ത അവസ്ഥ. അല്ലാതെ ഖുറാനും ഹദീസും ദിക്റും അന്നുമുണ്ട്. പക്ഷെ ഈ ഒരു അവസ്ഥ ഉണ്ടായി. ദാക്കിര്യങ്ങൾ എണ്ണം കുറഞ്ഞു പോയി, കൽബിന്റെ മക്കാമിലുള്ള ആളുകളുടെ എണ്ണം. അങ്ങനെ മുഹ്ദിയ ശൈത്താങ്ങൾ വന്നുകൊണ്ട് വീണ്ടും ദിനെ ഹയാത്താക്കി. ദിനെ ഹയാത്താക്കൽ എങ്ങനെ ഉണ്ടായത്? കൽബിൽ ദിക്ർ ഉള്ള ആളുകളെ എണ്ണം കൂടുതലാക്കി, അവരെണ്ണം പെരുപ്പിച്ച്. അവരെ എണ്ണം എത്ര കൂടുന്നോ അത്രത്തോളം ദീൻ വലുതാവും, ദീൻ ഹയാത്താവും. അങ്ങനെ ദീൻ ഹയാത്തായപ്പോഴാണ് മുഹിദ്ദീനായി മാറിയത് മുഹ്ദിയ ശൈത്താങ്ങൾ. നമ്മള് ഈ വിഷയത്തില് 16 ആത്മാക്കളെ കുറിച്ച് പറഞ്ഞു, പക്ഷെ നമ്മളത് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല, സമയം കിട്ടിയിട്ടില്ല. ജസ്റ്റ് അതിന്റെ ഹെഡിങ് മാത്രം പറയാം, അതും കൂടി ഒന്ന് മനസ്സിലിട്ടാൽ മതി. പക്ഷെ അത് ബാക്കി പിന്നെ സംസാരിക്കാനെ കുറിച്ചിട്ട്. 16 ആത്മാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതില് നമ്മള് നേരത്തെ ഈ പറഞ്ഞ കൂട്ടത്തില് മൊത്തം 10 വരുന്നുണ്ട്. അത് കൂടാതെ പിന്നെ ഉപാത്മാക്കള് വരുന്നുണ്ട്. നെഫ്സിന് 4, കൽബിന് 3, റൂഹിന് 2. ഇവയെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഏകദേശം 16 ആവും. ആ 16 ഉൾക്കൊള്ളുന്ന വീടാണ് ജിസ്മ്, ശരീരം. മനുഷ്യന്റെ പൂർണ്ണത ഇതിലാണ്. ഈ 16 എണീറ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാല്, 16 മുനവറായി കഴിഞ്ഞാല്, 16 ഹയാത്തായി കഴിഞ്ഞാൽ അവൻ ഇൻസാൻ കാമിലാണ്. അതിലൊന്നും കുറവ് അനുസരിച്ച് കണ്ട് മനുഷ്യന്റെ ആത്മീയതയുടെ അവസ്ഥയിൽ കുറവ് സംഭവിക്കും. എന്നാൽ മിനിമം ക്രൈറ്റീരിയ ബാത്തിനിയായിട്ട് വുജൂദ് വേണം എന്നുണ്ടെങ്കിൽ ഒരാൾ കൽബിന്റെ അവസ്ഥയിൽ എത്തലാണ്. കൽബിന്റെ അവസ്ഥയിലും കൂടി എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവന് ലാഹിറായിട്ട് വുജൂദുണ്ട്, ബാത്തിനിയായിട്ട് യാതൊരു അഡ്രസ്സും ഇല്ല, യാതൊരു വുജൂദും ഇല്ല. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് ഡിസ്കഷൻ ചെയ്യാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.